ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൽ ഫിഷ് ഫ്രൈ മസാല. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ 1½ സവോള, ഹാഫ് തക്കാളി, പിന്നെ നമുക്ക് കുടംപുളി വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം നമ്മൾ അരച്ച് മാറ്റി വയ്ക്കുക. സവാള അരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഫിഷ് മാരിനേറ്റ് ചെയ്തത് നമ്മളൊരു 15 മിനിറ്റ്സ് മാറ്റി വയ്ക്കുക. ഫ്രൈ പാൻ എടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, തക്കാളി, അരമുറി തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിടുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കത് വഴന്ന് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇത് നമ്മളൊരു കവർ വെച്ച് ഒരു ലിഡ് വെച്ച് നമ്മൾ മൂടി വയ്ക്കുക. കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് ആവശ്യത്തിന് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു 1 ടീസ്പൂൺ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം. എന്നിട്ട് നമ്മൾ ഈ ആവശ്യമായ മസാലകളെല്ലാം നമ്മൾ ചെറിയൊരു വഴന്ന് കഴിഞ്ഞതിന് ശേഷം ഈ സെൻറ്ററിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് അതിലേക്ക് ചേർക്കുക. ഞാനൊരു 4-5 പീസസാണ് എടുത്തിരിക്കുന്നത്. ബറാമുണ്ടി ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മത്തിയോ ഏത് ഫിഷും ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റിന് ശേഷം ലിഡ് തുറന്നിട്ട് നമുക്ക് ഈ ഫിഷ് എല്ലാം മറച്ച് ഇതിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ മാംസം. അപ്പോൾ നമുക്ക് അത്രയും കുറച്ച് നേരം മതിയാവും. ഈ മസാലയുടെ എല്ലാ ഫ്ലേവറും ഈ ഫിഷിലേക്ക് ഇപ്പോൾ പിടിക്കും. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കുമ്പോൾ കുറച്ച് കുടംപുളി വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. കുടംപുളി വെള്ളം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ടാർമറിൻ വാട്ടറും ചേർക്കാം. അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും ഇതിൽ ചേർക്കണില്ല. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇടുക. ചില്ലി ഫ്ലേക്സ് കുറച്ച് നമുക്ക് ആവശ്യത്തിന് എത്ര ഫിഷ് ഉണ്ടെന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിടാം. ആവശ്യത്തിന് ഇച്ചിരിയും കൂടി ഉപ്പ് ചേർക്കാം. കുടംപുള്ളി വെള്ളം ഞാൻ അതിലേക്ക് പൂർണ്ണമായി ചേർത്തു. എന്നിട്ട് നമുക്ക് ലിഡ് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിടാം. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സ്പൂണൊന്നും വെച്ച് നമ്മൾ ചെയ്യില്ല, മിക്സ് ചെയ്യില്ല. ജസ്റ്റ് ഫ്രൈ പാൻ എടുത്തൊന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്യുള്ളൂ. ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ലിഡ് തുറക്കുക. അപ്പോൾ ഇതിലേക്കെല്ലാം ഇൻഗ്രീഡിയൻസിൽ മസാല എല്ലാം പിടിച്ചു കഴിഞ്ഞു ഫിഷിൽ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഉണ്ടോ, ഇതിങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മറിച്ച് പതുക്കെ തന്നെ മറിച്ച് ഇങ്ങനെ കുറച്ച് ഇതുപോലെ 2 സ്പൂണോ അല്ലെങ്കിൽ ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ മറിച്ചിടാം. അത് പൊട്ടാതെ നമ്മൾ തിരിച്ചിടണം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള വൈറൽ ഫിഷ് മസാലയുടെ അവസാനം ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കുക. ശേഷം എടുത്തു മാറ്റുക. നല്ലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റി ചൂടോടെ നമുക്ക് നല്ല ചൂട് ചോറിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഭക്ഷണവും നമുക്ക് എടുത്തു വയ്ക്കുമ്പോൾ ഗാർണിഷിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഗാർണിഷ് ചെയ്യണം. അതിനായി ഞാനൊരു ക്യാരറ്റ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില വെച്ച് നമ്മളേക്ക് നന്നായിട്ട് സെർവ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതാണ്, കണ്ടില്ലേ, നല്ല അടിപൊളി ഫിഷ് ഫ്രൈ സ്പൈസി മസാലയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.